ബി.ജെ.പിയുടെ വിവാദമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ വീഡിയോ നീക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. മുസ്ലിം പ്രീണനം നടത്തുന്നുവെന്ന് ചിത്രീകരിച്ചുള്ള വീഡിയോയാണ് നീക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാമൂഹ്യമാധ്യമമായ എക്സിനാണ് നിർദ്ദേശം നൽകിയത്. അതേസമയം പ്രധാനമന്ത്രിക്കെതിരായ വിദ്വേഷ പ്രസംഗ പരാതിയിൽ മറുപടി നൽകാൻ ബി.ജെ.പി വീണ്ടും സമയം ആവശ്യപ്പെട്ടു. എന്നാൽ രാഹുൽ ഗാന്ധിക്കെതിരായ പരാതിയിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശദീകരണം നൽകി. SC/ST OBC വിഭാഗക്കാർക്ക് മാത്രം അർഹതപ്പെട്ട ഫണ്ടുകൾ രാഹുൽ ഗാന്ധിയും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും മുസ്ലിങ്ങൾക്ക് നൽകുന്നുവെന്ന് ദൃശ്യവൽക്കരിക്കുന്നതാണ് ബി.ജെ.പിയുടെ ആനിമേഷൻ വീഡിയോ. കർണാടക ബി.ജെ.പി സാമൂഹ്യമാധ്യമമായ എക്സിൽ മെയ് 4-നാണ് വീഡിയോ പങ്കുവച്ചത്. ഇതിന്റെ വിദ്വേഷ ഉള്ളടക്കത്തിനെതിരെ പരാതികൾ ലഭിച്ച സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ. വീഡിയോ അടിയന്തരമായി നീക്കാൻ എക്സിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു. അതേസമയം വിഷയത്തിൽ ബി.ജെ.പിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിച്ചിട്ടില്ല. നേരത്തെ ആം ആദ്മി പാർട്ടി, YSR കോൺഗ്രസ് എന്നീ പാർട്ടികളുടെ പോസ്റ്റുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശത്തെ തുടർന്ന് എക്സിന് നീക്കേണ്ടി വന്നിരുന്നു. പ്രധാനമന്ത്രിക്കെതിരായ വിവിധ വിദ്വേഷ പ്രസംഗ പരാതികളിൽ മറുപടി നൽകാൻ ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഇത് 2ാം തവണയാണ് അധിക സമയം തേടുന്നത്. വിശദീകരണം നൽകാനുള്ള സമയം ഇന്നലെ അവസാനിച്ചെങ്കിലും മറുപടി നൽകിയിരുന്നില്ല. അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരായ പരാതികളിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ ഞായറാഴ്ച വിശദീകരണം നൽകി. മോദിക്കും രാഹുലിനുമെതിരായ പരാതികളിൽ പതിവിന് വിപരീതമായി പാർട്ടി അധ്യക്ഷന്മാരോടായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടിയത്. ബി.ജെ.പിയുടെ ആവശ്യത്തിലും കോൺഗ്രസിന്റെ വിശദീകരണത്തിലും വൈകാതെ തീരുമാനമെടുക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ വ്യക്തമാക്കി. റിപ്പോർട്ടർ, ദില്ലി.